മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. തിരുവനന്തപുരത്ത് ഈ SUCI നേതൃത്വത്തിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി ചർച്ച. NHM സ്റ്റേറ്റ് മിഷനാണ് അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇന്ന് 12:30-ക്കാണ് ചർച്ച. ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, NHM സ്റ്റേറ്റ് മിഷനാണ് ഇപ്പോൾ ഈ SUCI നേതൃത്വത്തിലുള്ള ആശമാരുടെ സമരത്തിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും മനു, ഏതായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരുമായി വീണ്ടും ചർച്ച നടത്താനാണ് നിലവിൽ ഇപ്പോൾ ഏതായാലും NHM തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ NHM ആണ് ആദ്യഘട്ടത്തിൽ സംയുക്തമായി ആശമാർ സമരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ വിളിച്ച് സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് തുടർ ചർച്ച മന്ത്രിയുമായി നടത്തിയത്. ആ മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് CITU ഉൾപ്പെടെയുള്ള ആശമാർ ആ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകുകയും SUCIയുടെ നേതൃത്വത്തിൽ ചെറിയൊരു വിഭാഗം മാത്രം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും ഇന്നിപ്പോൾ ഈ ആശമാരെ NHM മിഷൻ ഡയറക്ടർ വീണ്ടും കാണുമ്പോൾ നിലവിൽ ഏത് രീതിയിലാണ് ഈ സംസ്ഥാനത്തിന്റെ ഒരു സാഹചര്യം എന്നുള്ള കാര്യം വിശദീകരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് കേന്ദ്രത്തിൽ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യവും അവരെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് നേരത്തെ തന്നെ സർക്കാർ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ, ഓണറേറിയം നൽകുന്നതിന്റെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് പര്യാപ്തമല്ല എന്നുള്ളൊരു നിലപാടാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. ഇതിന്റെ കൂടുതൽ വ്യക്തത ഇവർ ഈ യോഗത്തിൽ തേടും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു സമരം അത് അനാവശ്യ സമരമാണ് എന്നുള്ളത് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കാരണം സംസ്ഥാനത്തിന് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെ ഇവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഇവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് പരിഗണിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് അതായത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ അതിൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കാം. അതല്ലാതെ കേന്ദ്രം ചെയ്യേണ്ട കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. അതല്ലേ അതിന്റെ ഒരു വസ്തുത? തീർച്ചയായും അത് ആ രീതിയിൽ തന്നെ അവർക്ക് മുന്നിൽ വീണ്ടും ഏതായാലും NHM നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടർ അവതരിപ്പിക്കുന്നതായിരിക്കും. അതേ തുടർന്ന് ഇവരുടെ ഏതെങ്കിലും തരത്തിൽ അനുനയത്തിന് ഇവർ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. മനു, ശരി, നമുക്ക് നോക്കാം. എന്തായാലും 12:30-ക്കാണല്ലോ ചർച്ച. വിവരങ്ങളാണ് ഷീജ നൽകിയത്. ഏതായാലും ഈ SUCI നേതൃത്വത്തിലുള്ള സമരം അത് സത്യത്തിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് മുൻപിലാണ്. ആ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവരുടെ സംസ്ഥാന സർക്കാരിന് നേരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ അതിൽ അനുഭാവപൂർണ്ണമായ നിലപാട് സ്വീകരിക്കാം. അതല്ലാതെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന കാര്യം അവരെ ഒരിക്കൽ കൂടി അതുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ഷീജ നൽകിയത്.